അന്നു രാത്രി വെസ്റ്റഗിലെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഒരു നിമിഷം എന്റെ വീടിന് തീ പിടിച്ചോ എന്ന് ഞാൻ ഭയന്നു. സമയം 2 മണി. ഉപദ്വീപിന്റെ ആ കോണിലെല്ലാം വെളിച്ചമാളിക്കത്തുകയായിരുന്നു. അത് കുറ്റിച്ചെടികളിൽ യാഥാർത്ഥ്യമല്ലാത്ത ഒരു പ്രഭ ചൊരിയുകയും റോഡരികിലെ കമ്പികളിൽ നേർത്ത നീണ്ട തിളക്കങ്ങളുണ്ടാക്കുകയും ചെയ്തു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അത് ഗാറ്റ്സ്ബിയുടെ വീടാണെന്ന് ഞാൻ കണ്ടു. ഗോപുരം മുതൽ നിലവറ വരെ പ്രകാശമണിഞ്ഞിരുന്നു. ആദ്യമതൊരു മറ്റൊരു പാർട്ടിയാണെന്ന് ഞാൻ കരുതി. വീട് മുഴുവൻ കളിക്കായി തുറന്നിട്ട് ഒളിച്ചുകളിയോ സാഡിൻസിന്തി ബോക്സോ ആയി മാറിയ ഒരു വന്യമായ ആഘോഷം. പക്ഷേ ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. മരങ്ങളിലൂടെയുള്ള കാറ്റുമാത്രം. അത് കമ്പികളെ ആട്ടുകയും വിളക്കുകൾ മിന്നിമറയുകയും ചെയ്തു. വീട് ഇരുട്ടിലേക്ക് കണ്ണുചിമ്മിയതുപോലെ. എന്റെ ടാക്സി ഞരങ്ങിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗാറ്റ്സ്ബി തന്റെ പുൽത്തകിടിയിലൂടെ എന്റെ അടുത്തേക്ക് നടന്നുവരുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ വീടൊരു ലോകമേള പോലെ തോന്നുന്നു, ഞാൻ പറഞ്ഞു. അങ്ങനെയോ? അവൻ അശ്രദ്ധമായി അങ്ങോട്ട് നോക്കി. ഞാൻ കുറച്ചു മുറികളിലേക്ക് വെറുതെ നോക്കിയിരുന്നു. നമുക്ക് കോണി ഐലൻഡിലേക്ക് പോകാം സുഹൃത്തെ, എന്റെ കാറിൽ. വളരെ വൈകി. എന്നാൽ നമുക്ക് നീന്തൽക്കുളത്തിലൊരു മുങ്ങിയെടുത്താലോ? ഈ വേനൽക്കാലത്ത് ഞാനത് ഉപയോഗിച്ചിട്ടേയില്ല. എനിക്കുറങ്ങാൻ പോകണം. ശരി, അവൻ എന്നെ അടക്കിവെച്ച ആകാംക്ഷയോടെ നോക്കി കാത്തുനിന്നു. ഞാൻ മിസ് ബേക്കറുമായി സംസാരിച്ചു. ഒരു നിമിഷത്തിനു ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ നാളെ ഡെയ്സിയെ വിളിച്ച് ഇവിടെ ചായ കുടിക്കാൻ ക്ഷണിക്കാൻ പോകുകയാണ്. ഓ, അത് സാരമില്ല, അവൻ അലസമായി പറഞ്ഞു. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് ദിവസമാണ് നിങ്ങൾക്ക് സൗകര്യപ്രദം? ഏത് ദിവസമാണ് നിങ്ങൾക്ക് സൗകര്യപ്രദം? അവൻ എന്നെ വേഗത്തിൽ തിരുത്തി. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. മറ്റന്നാളായാലോ? അവനൊരു നിമിഷം ആലോചിച്ചു. പിന്നെ വിമുഖതയോടെ, എനിക്ക് പുല്ല് വെട്ടിക്കണം, അവൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും പുല്ലിലേക്ക് നോക്കി. എന്റെ അലങ്കോലമായ പുൽത്തകടി അവസാനിക്കുന്നിടത്തും അവന്റെ ഇരുണ്ട, ഭംഗിയായി പരിപാലിച്ച പുൽമേട് തുടങ്ങുന്നിടത്തും ഒരു വ്യക്തമായ വരയുണ്ടായിരുന്നു. അവനെന്റെ പുല്ലിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ സംശയിച്ചു. വേറൊരു ചെറിയ കാര്യമുണ്ട്, അവൻ അനിശ്ചിതത്തോടെ പറഞ്ഞു. മടിച്ചു നിന്നു. നിങ്ങൾക്ക് കുറച്ചു ദിവസത്തേക്കിത് മാറ്റിവെക്കണോ? ഞാൻ ചോദിച്ചു. ഓ, അതല്ല, കുറഞ്ഞത്, അവൻ പല തുടക്കങ്ങൾക്കായി പരതി. എന്താ? ഞാൻ കരുതിയത്. എന്താ? നോക്കൂ സുഹൃത്തേ, നിങ്ങൾക്ക് അധികം പണമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അല്ലേ? വളരെയധികമില്ല. ഇത് അവന് ആശ്വാസം നൽകിയെന്ന് തോന്നി. അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തുടർന്നു. നിങ്ങൾക്കില്ലെന്ന് ഞാൻ കരുതി. ക്ഷമിക്കണം, ഞാനൊരു ചെറിയ കച്ചവടം ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് ലൈൻ പോലെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അധികം വരുമാനമില്ലെങ്കിൽ. നിങ്ങൾ ബോണ്ടുകൾ വിൽക്കുകയാണല്ലോ, അല്ലേ സുഹൃത്തേ? ശ്രമിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകും. ഇതിന് നിങ്ങളുടെ അധികം സമയമെടുക്കില്ല. നിങ്ങൾക്ക് നല്ലൊരു തുക സമ്പാദിക്കാനും കഴിഞ്ഞേക്കും. ഇതൽപ്പം രഹസ്യ സ്വഭാവമുള്ളൊരു കാര്യമാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരുന്നെങ്കിൽ ആ സംഭാഷണം എന്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയായി മാറിയേനെയെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ ആ വാഗ്ദാനം ഒരു സേവനത്തിനായുള്ളതാണെന്ന് വ്യക്തവും തന്ത്രരഹിതവുമായിരുന്നതുകൊണ്ട് അവനെ അവിടെ വെച്ച് തടസ്സപ്പെടുത്തുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. എനിക്ക് ധാരാളം ജോലിയുണ്ട്, ഞാൻ പറഞ്ഞു. വളരെ നന്ദിയുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ ജോലി ഏറ്റെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വുൾഫ്ഷൈമുമായി ഒരു കച്ചവടവും ചെയ്യേണ്ടിവരില്ല. ഉച്ചഭക്ഷണത്തിനു പറഞ്ഞ ബന്ധത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയാണെന്നവൻ കരുതിയെന്ന് വ്യക്തം. പക്ഷെ ഞാൻ അവനോട് തെറ്റിദ്ധാരണയാണെന്ന് ഉറപ്പു നൽകി. ഞാനൊരു സംഭാഷണം തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ച് അവനൊരു നിമിഷം കൂടി കാത്തുനിന്നു. പക്ഷെ ഞാൻ പ്രതികരിക്കാൻ കഴിയാത്ത വിധം മുഴുകിയിരുന്നു. അതിനാൽ അവൻ മനസ്സില്ലാ മനസ്സോടെ വീട്ടിലേക്ക് പോയി. ആ സായാഹ്നം എന്നെ ലഹരി പിടിപ്പിച്ചവനും സന്തോഷവാനുമാക്കിയിരുന്നു. ഞാൻ എന്റെ മുൻവാതിൽ കടന്നപ്പോൾ ഒരു ഗാഠനിദ്രയിലേക്ക് നടന്നു കയറിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗാറ്റ്സ്ബി കോണി ഐലൻഡിലേക്ക് പോയോ എന്നും അവന്റെ വീട് അത്രയും ആഡംബരത്തോടെ കത്തിജ്വലിക്കുമ്പോൾ അവൻ എത്ര മണിക്കൂർ മുറികളിലേക്ക് വെറുതെ നോക്കിയെന്നും എനിക്കറിയില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഓഫീസിൽ നിന്ന് ഡെയ്സിയെ വിളിച്ച് ചായ കുടിക്കാൻ ക്ഷണിച്ചു. ടോമിനെ കൊണ്ടുവരരുത്, ഞാൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്ത്? ടോമിനെ കൊണ്ടുവരരുത്? ടോം ആരാണ്? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. സമ്മതിച്ച ദിവസം പേമാരിയായിരുന്നു. 11 മണിക്ക് ഒരു മഴക്കോട്ട് ധരിച്ചയാൾ ഒരു പുല്ലുവെട്ടു മെഷീൻ വലിച്ചിഴച്ചുകൊണ്ട് എന്റെ മുൻവാതിലിൽ തട്ടി
മിസ്റ്റർ ഗാറ്റ്സ്ബി തന്റെ പുല്ലു വെട്ടാൻ അയച്ചതാണെന്ന് പറഞ്ഞു. എന്റെ ഫിന്നിനോട് തിരികെ വരാൻ പറയാൻ ഞാൻ മറന്നുപോയെന്ന് ഇതെന്നെ ഓർമ്മിപ്പിച്ചു. അതിനാൽ ഞാൻ വെസ്റ്റെഗ് വില്ലേജിലേക്ക് പോയി നനഞ്ഞ വെള്ളപൂശിയ ഇടവഴികളിൽ അവളെ തിരയാനും കുറച്ച് കപ്പുകളും നാരങ്ങകളും പൂക്കളും വാങ്ങാനും. പൂക്കൾ ആവശ്യമില്ലായിരുന്നു, കാരണം 2 മണിക്ക് ഗാറ്റ്സ്ബിയുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്രീൻ ഹൗസ് തന്നെ എത്തി, അതിനെ ഉൾക്കൊള്ളാൻ എണ്ണമറ്റ പാത്രങ്ങളോടുകൂടി. 1 മണിക്കൂറിനു ശേഷം മുൻവാതിൽ പരിഭ്രമത്തോടെ തുറന്നു. ഒരു വെള്ള ഫ്ലാനൽ സ്യൂട്ടും സിൽവർ ഷർട്ടും സ്വർണ്ണ നിറമുള്ള ടൈയും ധരിച്ച് ഗാറ്റ്സ്ബി ധൃതിയിലകത്തേക്ക് വന്നു. അവൻ വിളറി വെളുത്തിരുന്നു. അവന്റെ കണ്ണുകൾക്കടിയിൽ ഉറക്കമില്ലായ്മയുടെ ഇരുണ്ടടയാളങ്ങളുണ്ടായിരുന്നു. എല്ലാം ശരിയല്ലേ? അവനുടൻ ചോദിച്ചു. നിങ്ങൾ ഉദ്ദേശിച്ചത് പുല്ലിനെക്കുറിച്ചാണെങ്കിൽ അത് നന്നായിരിക്കുന്നു. ഏതു പുല്ല്? അവൻ ശൂന്യമായി ചോദിച്ചു. ഓ, മുറ്റത്തെ പുല്ല്. അവൻ ജനലിലൂടെ അങ്ങോട്ട് നോക്കി. പക്ഷെ അവന്റെ ഭാവം കണ്ടിട്ട് അവനൊന്നും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ നന്നായിരിക്കുന്നു, അവൻ അവ്യക്തമായി പറഞ്ഞു. പത്രങ്ങളിലൊന്ന് പറഞ്ഞത് 4 മണിയോടെ മഴ നിൽക്കുമെന്നാണ്. അത് ദി ജേണലാണെന്ന് തോന്നുന്നു. ചായയ്ക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ അവനെ കലവറയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൻ ഫിന്നിനെ അല്പം കുറ്റപ്പെടുത്തുന്ന ഭാവത്തിൽ നോക്കി. ഞങ്ങൾ ഒരുമിച്ച് ഡെലിക്കറ്റസൻ കടയിൽ നിന്നുള്ള 12 ലെമൺ കേക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇവ മതിയോ? ഞാൻ ചോദിച്ചു. തീർച്ചയായും, തീർച്ചയായും, അവ നന്നായിരിക്കുന്നോ? അവൻ പൊള്ളയായ ശബ്ദത്തിൽ കൂട്ടിച്ചേർത്തു. സുഹൃത്തെ. 3:30 മഴ തണുത്ത് ഒരു നേർത്ത മൂടൽമഞ്ഞായി മാറി. അതിലൂടെ ഇടയ്ക്കിടെ നേർത്ത മഴത്തുള്ളികൾ മഞ്ഞുതുള്ളികൾ പോലെ ഒഴുകി നീങ്ങി. ഗാറ്റ്സ്ബി ശൂന്യമായ കണ്ണുകളോടെ ക്ലേയുടെ ഇക്കണോമിക്സിന്റെ ഒരു കോപ്പിയിലൂടെ നോക്കി. അടുക്കളയിലെ തറ കുലുക്കിയ ഫിന്നിന്റെ കാൽപ്പെരുമാറ്റത്തിൽ തുടങ്ങി. ഇടയ്ക്കിടെ മങ്ങിയ ജനലുകളിലൂടെ പുറത്തേക്കെത്തി നോക്കി. അദൃശ്യവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ എന്തൊക്കെയോ സംഭവങ്ങൾ പുറത്തു നടക്കുന്നതുപോലെ. ഒടുവിൽ അവൻ എഴുന്നേറ്റ് അനിശ്ചിതമായ ശബ്ദത്തിൽ താൻ വീട്ടിലേക്ക് പോകുകയാണെന്ന് എന്നെ അറിയിച്ചു. അതെന്താ? ചായ കുടിക്കാൻ ആരും വരുന്നില്ല. വളരെ വൈകി. അവന്റെ സമയം മറ്റെവിടെയോ അടിയന്തരമായി ആവശ്യപ്പെട്ടതുപോലെ അവൻ തന്റെ വാച്ചിലേക്ക് നോക്കി. എനിക്ക് ദിവസം മുഴുവൻ കാത്തിരിക്കാൻ കഴിയില്ല. വിഡ്ഢിത്തം പറയരുത്. 4 മണിക്കിനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഞാൻ അവനെ തള്ളിയിട്ടതുപോലെ അവൻ നിസ്സഹായനായിരുന്നു. അതേസമയം എന്റെ വഴിയിലേക്ക് ഒരു മോട്ടോർ തിരിയുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ 2 പേരും ചാടിയെഴുന്നേറ്റു. ഞാനും അല്പം പരിഭ്രമിച്ചുകൊണ്ട് മുറ്റത്തേക്ക് പോയി. ഇലപൊഴിഞ്ഞ ലിലാക്ക് മരങ്ങളുടെ ചുവട്ടിലൂടെ ഒരു വലിയ തുറന്ന കാർ ഡ്രൈവ്വേയിലേക്ക് വരികയായിരുന്നു. അത് നിന്നു. ഒരു ത്രികോണാകൃതിയിലുള്ള ലാവൻഡർ തൊപ്പിക്ക് താഴെയായി ചരിഞ്ഞ ഡെയ്സിയുടെ മുഖം തിളക്കമുള്ള ആഹ്ലാദകരമായ പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഇവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവനെ? അവളുടെ ശബ്ദത്തിന്റെ ആഹ്ലാദകരമായ അലകൾ മഴയിൽ ഒരു വന്യമായ ഉന്മേഷമായിരുന്നു. വാക്കുകൾ പുറത്തുവരുന്നതിനു മുൻപ് ഒരു നിമിഷം ഞാൻ എന്റെ കാതുകൊണ്ട് മാത്രം അതിന്റെ ശബ്ദം മുകളിലേക്കും താഴേക്കും പിന്തുടരേണ്ടി വന്നു. അവളുടെ കവിളിൽ ഒരു നീല പെയിന്റ് വരച്ചതുപോലെ നനഞ്ഞ ഒരു മുടിയിഴ കിടന്നിരുന്നു. കാറിൽ നിന്നിറങ്ങാൻ ഞാൻ അവളുടെ കൈ പിടിച്ചപ്പോൾ അത് തിളങ്ങുന്ന തുള്ളികളാൽ നനഞ്ഞിരുന്നു. നിങ്ങൾക്കെന്നോട് പ്രണയമുണ്ടോ? അവൾ എന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എന്തിനൊറ്റയ്ക്ക് വരേണ്ടി വന്നു? അത് കാസൽ റാക്രന്റിന്റെ രഹസ്യമാണ്. നിങ്ങളുടെ ഡ്രൈവറോട് ദൂരെ പോയി 1 മണിക്കൂർ ചെലവഴിക്കാൻ പറയൂ. 1 മണിക്കൂറിനുള്ളിൽ തിരികെ വരൂ, ഫേഡി. പിന്നെ ഗൗരവമുള്ളൊരു മർമ്മരത്തോടെ. അവന്റെ പേര് ഫേഡി എന്നാണ്. പെട്രോൾ അവന്റെ മൂക്കിനെ ബാധിക്കുമോ? അങ്ങനെ തോന്നുന്നില്ല, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. എന്താ? ഞാൻ അകത്തേക്ക് പോയി. എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് സ്വീകരണമുറി വിജനമായിരുന്നു. അതൊരു തമാശയാണല്ലോ. ഞാൻ ആശ്ചര്യപ്പെട്ടു. എന്താ തമാശ? മുൻവാതിലിൽ നേർത്തതും മാന്യവുമായൊരു മുട്ടൽ കേട്ടപ്പോൾ അവൾ തലതിരിച്ചു. ഞാൻ പുറത്തുപോയി വാതിൽ തുറന്നു. മരണത്തെപ്പോലെ വിളറി വെളുത്ത് കൈകൾ ഭാരക്കട്ടകൾ പോലെ കോട്ടിന്റെ പോക്കറ്റുകളിൽ താഴ്ത്തി ഗാറ്റ്സ്ബി ഒരു വെള്ളക്കെട്ടിൽ നിന്ന് എന്റെ കണ്ണുകളിലേക്ക് ദുരന്തപൂർവ്വം തുറിച്ചു നോക്കി നിന്നു. കൈകൾ കോട്ടിന്റെ പോക്കറ്റുകളിൽ തന്നെ വെച്ച് അവൻ എന്റെ അരികിലൂടെ ഹാളിലേക്ക് നടന്നു. ഒരു കമ്പിയിൽ നിന്നെന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞ് സ്വീകരണമുറിയിലേക്ക് അപ്രത്യക്ഷനായി. അത് ഒട്ടും തമാശയല്ലായിരുന്നു. എന്റെ ഹൃദയമിടിപ്പ് ഉച്ചത്തിൽ കേട്ട് ഞാൻ വാതിൽ പെരുമഴയ്ക്ക് നേരെ വലിച്ചടച്ചു. 1/2 മിനിറ്റോളം ഒരു ശബ്ദവുമുണ്ടായിരുന്നില്ല. പിന്നെ സ്വീകരണമുറിയിൽ നിന്ന് ഒരു തരം ശ്വാസം മുട്ടുന്ന മർമ്മരവും ഒരു ചിരിയുടെ ഭാഗവും ഞാൻ കേട്ടു. അതിനുശേഷം ഡെയ്സിയുടെ ശബ്ദം വ്യക്തവും കൃത്രിമവുമായ ഒരു സ്വരത്തിൽ. നിങ്ങളെ വീണ്ടും കണ്ടതിൽ എനിക്ക് തീർച്ചയായും മതിയായ സന്തോഷമുണ്ട്. ഒരു നിശബ്ദത. അത് ഭീകരമായി നീണ്ടുനിന്നു. ഹാളിൽ എനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. അതിനാൽ ഞാൻ മുറിയിലേക്ക് പോയി.
ഗാറ്റ്സ്ബി കൈകൾ പോക്കറ്റുകളിൽ തന്നെ വെച്ച് പൂർണ്ണമായ അനായാസതയുടെ, വിരസതയുടെ പോലും ഒരു കൃത്രിമഭാവത്തിൽ അടുപ്പിന്റെ മുകളിലെ അലങ്കാരപ്പണിയിൽ ചാരി നിന്നു. അവന്റെ തല പിന്നോട്ട് അത്രയും ചാരിയിരുന്നു. അത് പ്രവർത്തനരഹിതമായ ഒരു അടുപ്പുഘടികാരത്തിന്റെ മുഖത്ത് തട്ടിനിന്നു. ഈ നിലയിൽ നിന്ന് അവന്റെ അസ്വസ്ഥമായ കണ്ണുകൾ ഡെയ്സിയെ തുറിച്ചുനോക്കി. അവൾ ഭയന്നവളെങ്കിലും മനോഹരമായി ഒരു കസേരയുടെ അടികിൽ ഇരിക്കുകയായിരുന്നു. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഗാറ്റ്സ്ബി പിറുപിറുത്തു. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം എന്നെ നോക്കി. ഒരു ചിരിക്കാനുള്ള വിഫലമായ ശ്രമത്തിൽ അവന്റെ ചുണ്ടുകൾ വിടർന്നു. ഭാഗ്യവശാൽ അവന്റെ തലയുടെ സമ്മർദ്ദത്തിൽ ഘടികാരം അപകടകരമായി ചരിഞ്ഞത് ഈ നിമിഷത്തിലായിരുന്നു. അതോടെ അവൻ തിരിഞ്ഞ് വിറയ്ക്കുന്ന വിരലുകളാൽ അത് പിടിച്ച് യഥാസ്ഥാനത്ത് വെച്ചു. പിന്നെ അവൻ കടുപ്പത്തിലിരുന്നു. കൈമുട്ട് സോഫയുടെ കയ്യിൽ വെച്ച് താടി കൈയിൽ താങ്ങി. ഘടികാരത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട്, അവൻ പറഞ്ഞു. എന്റെ മുഖം ഇപ്പോൾ ഒരാഴത്തിലുള്ള ഉഷ്ണമേഖലാ പൊള്ളലേറ്റതുപോലെയായിരുന്നു. എന്റെ മനസ്സിലുള്ള 1000-ൽ നിന്ന് ഒരു സാധാരണ വാക്കുപോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഴയ ഘടികാരമാണ്, ഞാൻ അവരോട് വിഡ്ഢിത്തം പോലെ പറഞ്ഞു. അത് തറയിൽ തകർന്നുപോയെന്ന് ഞങ്ങൾ ഒരു നിമിഷം വിശ്വസിച്ചെന്ന് തോന്നുന്നു. നമ്മൾ വർഷങ്ങളായി കണ്ടിട്ടില്ല, ഡെയ്സി പറഞ്ഞു. അവളുടെ ശബ്ദം കഴിയുന്നത്ര യാഥാർത്ഥ്യബോധമുള്ളതായിരുന്നു. അടുത്ത നവംബറിൽ 5 വർഷം. ഗാറ്റ്സ്ബിയുടെ ഉത്തരത്തിന്റെ യാന്ത്രിക സ്വഭാവം ഞങ്ങളെ എല്ലാവരെയും ഒരു മിനിറ്റ് കൂടി പിന്നോട്ട് വലിച്ചു. ദുർമന്ത്രവാദിനിയായ ഫിൻ ചായ ഒരു ട്രേയിൽ കൊണ്ടുവന്നപ്പോൾ അടുക്കളയിൽ ചായയുണ്ടാക്കാൻ എന്നെ സഹായിക്കാൻ ഞാൻ അവരെ രണ്ടുപേരെയും നിസ്സഹായമായ നിർദ്ദേശത്തോടെ എഴുന്നേൽപ്പിച്ചു. കപ്പുകളുടെയും കേക്കുകളുടെയും സ്വാഗതകരമായ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ ഒരു തരം ശാരീരികമായ മാന്യത സ്ഥാപിക്കപ്പെട്ടു. ഗാറ്റ്സ്ബി ഒരു നിഴലിലേക്ക് മാറി. ഡെയ്സിയും ഞാനും സംസാരിക്കുമ്പോൾ പിരിമുറുക്കമുള്ള ദുഃഖിതരായ കണ്ണുകളോടെ ഞങ്ങളിൽ ഓരോരുത്തരെയും മനഃപൂർവ്വം നോക്കി. എന്നിരുന്നാലും ശാന്തത എന്നതൊരു ലക്ഷ്യമല്ലാത്തതുകൊണ്ട് സാധ്യമായ ആദ്യ നിമിഷത്തിൽ തന്നെ ഞാനൊരു ഒഴുക്കലിവ് പറഞ്ഞ് എഴുന്നേറ്റു. നിങ്ങൾ എവിടെ പോകുന്നു? ഗാറ്റ്സ്ബി പെട്ടെന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ തിരികെ വരും. നിങ്ങൾ പോകുന്നതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അവൻ എന്നെ ഭ്രാന്തനെപ്പോലെ അടുക്കളയിലേക്ക് പിന്തുടർന്നു. വാതിലടച്ച് നിസ്സഹായമായ രീതിയിൽ മന്ത്രിച്ചു. ഓ ദൈവമേ, എന്താ കാര്യം? ഇതൊരു വലിയ തെറ്റാണ്, അവൻ തല ഇരുവശത്തേക്ക് മാട്ടിക്കൊണ്ട് പറഞ്ഞു. ഒരു വലിയ വലിയ തെറ്റ്. നിങ്ങൾ ലജ്ജിക്കുന്നു, അത്രയുള്ളൂ. ഭാഗ്യവശാൽ ഞാൻ കൂട്ടിച്ചേർത്തു. ഡെയ്സിയും ലജ്ജിക്കുന്നുണ്ട്. അവൾ ലജ്ജിക്കുന്നുണ്ടോ? അവൻ അവിശ്വസനീയതയോടെ ആവർത്തിച്ചു. നിങ്ങളെപ്പോലെ തന്നെ. അക്ഷത്തിൽ സംസാരിക്കരുത്. നിങ്ങളൊരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് പെരുമാറുന്നത്. ഞാൻ അക്ഷമയോടെ പൊട്ടിത്തെറിച്ചു. അതുമാത്രമല്ല, നിങ്ങൾ പരുഷനുമാണ്. ഡെയ്സി അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അവൻ എന്റെ വാക്കുകൾ തടയാൻ കൈയുയർത്തി. മറക്കാനാവാത്ത കുറ്റപ്പെടുത്തലോടെ എന്നെ നോക്കി. വാതിൽ ശ്രദ്ധയോടെ തുറന്ന് മറ്റേ മുറിയിലേക്ക് തിരികെ പോയി. ഞാൻ പിന്നിലെ വഴിയിലൂടെ പുറത്തേക്ക് പോയി. അരമണിക്കൂർ മുമ്പ് ഗാറ്റ്സ്ബി വീടിനു ചുറ്റും പരിഭ്രമത്തോടെ കറങ്ങിയതുപോലെ, മഴയെ തടഞ്ഞു നിർത്തുന്ന ഒരു തുണി പോലെ ഇലകൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ കറുത്ത കെട്ടുപിണഞ്ഞ മരത്തിനടുത്തേക്ക് ഓടി. വീണ്ടും മഴ പെയ്യുകയായിരുന്നു. ഗാറ്റ്സ്ബിയുടെ തോട്ടക്കാരൻ ഭംഗിയായി വെട്ടിയ എന്റെ ക്രമരഹിതമായ പുൽത്തകിടിയിൽ ചെറിയ ചെളിക്കുളങ്ങളും ചരിത്രാതീത ചതുപ്പുകളും നിറഞ്ഞിരുന്നു. മരത്തിനടിയിൽ നിന്ന് ഗാറ്റ്സ്ബിയുടെ വലിയ വീടല്ലാതെ മറ്റൊന്നും നോക്കാനുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അരമണിക്കൂറോളം കാന്റ് തന്റെ പള്ളിഗോപുരത്തെ നോക്കിയതുപോലെ അതിനെ തുറിച്ചുനോക്കി. ഒരു ദശാബ്ദം മുമ്പ് കാലഘട്ടഭ്രമത്തിന്റെ തുടക്കത്തിൽ ഒരു ബ്രൂവർ ഇത് നിർമ്മിച്ചതാണ്. അയൽപ്പക്കത്തുള്ള എല്ലാ കുടിലുകളുടെയും ഉടമകൾ അവരുടെ മേൽക്കൂരകൾ വൈക്കോൽ കൊണ്ട് മേയുകയാണെങ്കിൽ 5 വർഷത്തെ നികുതി അടയ്ക്കാൻ അയാൾ സമ്മതിച്ചിരുന്നു എന്നൊരു കഥയുണ്ടായിരുന്നു. ഒരു കുടുംബം സ്ഥാപിക്കാനുള്ള അവന്റെ പദ്ധതിക്ക് അവരുടെ വിസമ്മതം തടസ്സമായതുകൊണ്ടാവാം അവൻ പെട്ടെന്ന് ക്ഷയിച്ചു. അവന്റെ മക്കൾ അവന്റെ വീട് വിറ്റു. കറുത്ത റീത്ത് അപ്പോഴും വാതിലിലുണ്ടായിരുന്നു. അമേരിക്കക്കാർ അടിമകളാകാൻ മനസ്സുള്ളവരും ആകാംക്ഷയുള്ളവരുമായിരുന്നിട്ടും എപ്പോഴും കർഷകരാകുന്നതിനെക്കുറിച്ച് വാശിപിടിച്ചിരുന്നു. അരമണിക്കൂറിനു ശേഷം സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. പലചരക്കു വ്യാപാരിയുടെ ഓട്ടോമൊബൈൽ ഗാറ്റ്സ്ബിയുടെ ഡ്രൈവ്വേയിലൂടെ അവന്റെ ജോലിക്കാരുടെ അത്താഴത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുമായി എത്തി. അവനൊരു സ്പൂൺ പോലും കഴിക്കില്ലെന്നെനിക്കുറപ്പായിരുന്നു. ഒരു വേലക്കാരി അവന്റെ വീടിന്റെ മുകളിലത്തെ ജനലുകൾ തുറക്കാൻ തുടങ്ങി. ഓരോന്നിനും ഒരു നിമിഷം പ്രത്യക്ഷപ്പെട്ടു. വലിയ മധ്യഭാഗത്തെ ബേയിൽ നിന്ന് ചാരി നിന്ന് ധ്യാനാത്മകമായി പൂന്തോട്ടത്തിലേക്ക് തുപ്പി. എനിക്ക് തിരികെ പോകേണ്ട സമയമായിരുന്നു. മഴ തുടരുമ്പോൾ അവരുടെ ശബ്ദങ്ങളുടെ മർമ്മരം പോലെ തോന്നിയിരുന്നു.
ഇടയ്ക്കിടെ വികാരങ്ങളുടെ കുത്തൊഴുക്കിൽ അല്പം ഉയരുകയും താഴുകയും ചെയ്തു. പക്ഷേ പുതിയ നിശബ്ദതയിൽ വീടിനുള്ളിലും നിശബ്ദത തളം കെട്ടിയിരുന്നതായി എനിക്ക് തോന്നി. ഞാൻ അകത്തേക്ക് പോയി. അടുക്കളയിൽ സാധ്യമായ എല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കിയ ശേഷം സ്റ്റൗ തള്ളിമറിച്ചിടുന്നതൊഴികെ. പക്ഷേ അവർ ഒരു ശബ്ദവും കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ സോഫായിന്റെ ഇരുവശത്തും ഇരിക്കുകയായിരുന്നു. എന്തോ ചോദ്യം ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുണ്ടായിരുന്നതുപോലെ, പരസ്പരം നോക്കി. ലജ്ജയുടെ എല്ലാ അടയാളങ്ങളും അപ്രത്യക്ഷമായിരുന്നു. ഡെയ്സിയുടെ മുഖം കണ്ണീരിൽ കുതിർന്നിരുന്നു. ഞാൻ അകത്തേക്ക് വന്നപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് ഒരു കണ്ണാടിക്കു മുന്നിൽ വെച്ച് തൂവാല കൊണ്ടത് തുടയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഗാറ്റ്സ്ബിയിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. അത് തികച്ചും അമ്പരപ്പിക്കുന്നതായിരുന്നു. അവൻ അക്ഷരാർത്ഥത്തിൽ തിളങ്ങി. ഒരു വാക്കോ ആഹ്ലാദത്തിന്റെ ആംഗ്യമോ ഇല്ലാതെ ഒരു പുതിയ സന്തോഷം അവനിൽ നിന്ന് പ്രസരിക്കുകയും ആ ചെറിയ മുറി നിറയ്ക്കുകയും ചെയ്തു. ഓ, ഹലോ സുഹൃത്തേ, അവൻ പറഞ്ഞു, വർഷങ്ങളായി എന്നെ കണ്ടിട്ടില്ലാത്തതുപോലെ. ഒരു നിമിഷം അവൻ കൈകുലുക്കാൻ പോകുകയാണെന്ന് ഞാൻ കരുതി. മഴ നിന്നു. അങ്ങനെയോ? ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന്, മുറിയിൽ സൂര്യപ്രകാശത്തിന്റെ മിന്നുന്ന മണികളുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ ഒരു കാലാവസ്ഥാ നിരീക്ഷകനെപ്പോലെ ആവർത്തിച്ചുവരുന്ന പ്രകാശത്തിന്റെ ആഹ്ലാദകരമായ ഒരു രക്ഷാധികാരിയെപ്പോലെ അവൻ പുഞ്ചിരിച്ചു. ആ വാർത്ത ഡെയ്സിയോട് ആവർത്തിച്ചു. നിങ്ങളതിനെക്കുറിച്ച് എന്തു കരുതുന്നു? മഴ നിന്നു. എനിക്ക് സന്തോഷമുണ്ട് ജയ്. അവളുടെ തൊണ്ട വേദനിക്കുന്ന, ദുഃഖിതയായ സൗന്ദര്യത്താൽ നിറഞ്ഞിരുന്നു. അവളുടെ അപ്രതീക്ഷിത സന്തോഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. നിങ്ങളും ഡെയ്സിയും എന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ പറഞ്ഞു. അവൾക്ക് ചുറ്റും കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വരണമെന്ന് നിങ്ങൾക്കുറപ്പാണോ? തീർച്ചയായും സുഹൃത്തേ. ഡെയ്സി മുഖം കഴുകാൻ മുകളിലേക്ക് പോയി. എന്റെ ടവലുകളെക്കുറിച്ചുള്ള അപമാനത്തോടെ ഞാൻ വളരെ വൈകിയെന്ന് ചിന്തിച്ചു. ഗാറ്റ്സ്ബിയും ഞാനും പുൽത്തകിടിയിൽ കാത്തുനിന്നു. എന്റെ വീട് നന്നായിരിക്കുന്നു അല്ലേ? അവൻ ആവശ്യപ്പെട്ടു. അതിന്റെ മുൻഭാഗം മുഴുവൻ എങ്ങനെയാണ് വെളിച്ചം പിടിക്കുന്നതെന്ന് നോക്കൂ. അത് ഗംഭീരമാണെന്ന് ഞാൻ സമ്മതിച്ചു. അതെ. അവന്റെ കണ്ണുകൾ അതിലൂടെ നീണ്ടു, ഓരോ കാമാനവാതിലിലൂടെയും ചതുരഗോപുരത്തിലൂടെയും. ഇത് വാങ്ങാനുള്ള പണം സമ്പാദിക്കാൻ എനിക്ക് 3 വർഷം മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് പണം പാരമ്പര്യമായി കിട്ടിയതാണെന്ന് ഞാൻ കരുതി. അതെ സുഹൃത്തേ, അവൻ യാന്ത്രികമായി പറഞ്ഞു. പക്ഷെ അതിൽ ഭൂരിഭാഗവും എനിക്ക് വലിയ പരിഭ്രാന്തിയിൽ, യുദ്ധത്തിന്റെ പരിഭ്രാന്തിയിൽ നഷ്ടപ്പെട്ടു. അവനെന്താണ് പറയുന്നതെന്ന് അവനെ അറിയാമായിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം അവൻ ഏതു ബിസിനസ്സിലാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞു, അത് എന്റെ കാര്യമാണ്. അത് ഉചിതമായ മറുപടിയല്ലെന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ്. ഓ, ഞാൻ പല കാര്യങ്ങളിലുമുണ്ടായിരുന്നു, അവൻ സ്വയം തിരുത്തി. ഞാൻ മയക്കുമരുന്ന് ബിസിനസ്സിലും പിന്നെ എണ്ണ ബിസിനസ്സിലുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നിലുമില്ല. അവൻ എന്നെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കി. ഞാൻ അന്ന് രാത്രി നിർദ്ദേശിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നോ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ മറുപടി പറയുന്നതിനു മുൻപ് ഡെയ്സി വീട്ടിൽ നിന്ന് പുറത്തുവന്നു. അവളുടെ വസ്ത്രത്തിലെ 2 നിര പിച്ചള ബട്ടണുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. അവിടെയുള്ള ആ വലിയ സ്ഥലം, അവൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളെങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എപ്പോഴും രസകരമായ ആളുകളെക്കൊണ്ടിത് നിറയ്ക്കും, രാവും പകലും. രസകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, പ്രശസ്തരായ ആളുകൾ. സൗണ്ടിനരികിലൂടെയുള്ള കുറുക്കുവഴിക്ക് പകരം ഞങ്ങൾ റോഡിലൂടെ താഴേക്കിറങ്ങി വലിയ പിൻവാതിലിലൂടെ പ്രവേശിച്ചു. ആകർഷകമായ മർമ്മരങ്ങളോടെ ഡെയ്സി ആകാശത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഫ്യൂഡൽ രൂപരേഖയുടെ ഈ ഭാഗമോ ആ ഭാഗമോ പ്രശംസിച്ചു. ഉന്തൂപ്പെന്നരെയും ജോൺ കുല്ലുകളുടെ തിളക്കമുള്ള ഗന്ധത്തെയും, ഹത്തോൺ പ്ലം പൂക്കളുടെ നുരയുന്ന ഗന്ധത്തെയും, കിസ്മി അറ്റ് ദ ഗേറ്റിന്റെ ഇളം സ്വർണഗന്ധത്തെയും പ്രശംസിച്ചു. മാർബിൾ പടികളിലെത്തിയിട്ടും വാതിലിനകത്തും പുറത്തും തിളക്കമുള്ള വസ്ത്രങ്ങളുടെ അനക്കമില്ലാതെയും മരങ്ങളിലെ പക്ഷികളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാതെയുമിരുന്നത് വിചിത്രമായിരുന്നു. അകത്ത് ഞങ്ങൾ മാരി ആന്റോയിനറ്റ് മ്യൂസിക് റൂമുകളിലൂടെയും റെസ്റ്റോറേഷൻ സലൂണുകളിലൂടെയും അലഞ്ഞുതിരിയുമ്പോൾ ഞങ്ങൾ കടന്നുപോകുന്നതുവരെ ശ്വാസമടക്കി പിടിച്ച് നിശബ്ദരായിരിക്കാൻ ഉത്തരവിട്ടുകൊണ്ട് ഓരോ സോഫയ്ക്കും മേശയ്ക്കും പിന്നിൽ അതിഥികൾ ഒളിച്ചിരുവുണ്ടെന്ന് എനിക്ക് തോന്നി. ഗാറ്റ്സ്ബി മെർട്ടൺ കോളേജ് ലൈബ്രറിയുടെ വാതിലടച്ചപ്പോൾ മൂഞ്ഞക്കണ്ണുള്ള മനുഷ്യൻ ഒരു പ്രേതച്ചിരി ചിരിക്കുന്നത് ഞാൻ കേട്ടെന്ന് സത്യം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. ഞങ്ങൾ മുകളിലേക്ക് പോയി. റോസ് ലാവൻഡർ സിൽക്കിൽ പൊതിഞ്ഞതും
പുതിയ പൂക്കളാൽ തിളക്കമുള്ളതുമായ കാലഘട്ടത്തിലെ കിടപ്പുമുറികളിലൂടെയും ഡ്രസ്സിംഗ് റൂമുകളിലൂടെയും പൂൾ റൂമുകളിലൂടെയും താഴ്ന്ന കുളിമുറികളുള്ള ബാത്റൂമുകളിലൂടെയും പൈജാമ ധരിച്ച ഒരു അലങ്കോലനായ മനുഷ്യൻ തറയിൽ കരൾ വ്യായാമങ്ങൾ ചെയ്യുന്ന ഒരു മുറിയിലേക്ക് കടന്നുചെന്നു. അത് ബോർഡറായ മിസ്റ്റർ ക്ലിപ്പ് സ്പ്രിങ്ങറായിരുന്നു. അന്നു രാവിലെ ഞാൻ അവനെ വിശന്നു വലഞ്ഞ് കടൽ തീരത്ത് അലഞ്ഞുതിരിയുന്നത് കണ്ടിരുന്നു. ഒടുവിൽ ഞങ്ങൾ ഗാറ്റ്സ്ബിയുടെ സ്വന്തം അപ്പാർട്ട്മെന്റിലെത്തി. ഒരു കിടപ്പുമുറിയും കുളിമുറിയും ഒരു ആഡംസ് സ്റ്റഡിയും അവിടെ ഞങ്ങളിരുന്നു. അവൻ ചുമരിലെ അലമാരയിൽ നിന്നെടുക്ക ഷാർട്രൂസ് എന്ന മദ്യം ഒരു ഗ്ലാസ് കുടിച്ചു. അവൻ ഒരു നിമിഷം പോലും ഡെയ്സിയെ നോക്കുന്നത് നിർത്തിയില്ല. അവളുടെ പ്രിയപ്പെട്ട കണ്ണുകളിൽ നിന്ന് ലഭിച്ച പ്രതികരണത്തിന്റെ അളവനുസരിച്ച് അവൻ തന്റെ വീട്ടിലെ എല്ലാറ്റിനെയും പുനർമൂല്യനിർണയം ചെയ്തെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ അവൻ തന്റെ വസ്തുവകകളിലേക്ക് അമ്പരപ്പോടെ നോക്കി. അവളുടെ യഥാർത്ഥവും അമ്പരപ്പിക്കുന്നതുമായ സാന്നിധ്യത്തിൽ അതിലൊന്നും ഇനി യഥാർത്ഥമല്ലെന്ന പോലെ. ഒരിക്കൽ അവൻ ഒരു പടിയിൽ നിന്ന് വീഴാൻ പോയിരുന്നു. അവന്റെ കിടപ്പുമുറി എല്ലാ മുറികളിലും വെച്ച് ഏറ്റവും ലളിതമായിരുന്നു. ഡ്രസ്സർ ശുദ്ധമായ മങ്ങിയ സ്വർണ്ണനിറത്തിലുള്ള ഒരു ടോയ്ലറ്റ് സെറ്റുകൊണ്ട് അലങ്കരിച്ചിരുന്നതൊഴിച്ചാൽ. ഡെയ്സി സന്തോഷത്തോടെ ബ്രഷ് എടുത്ത് അവളുടെ മുടി മിനുക്കി. അതോടെ ഗാറ്റ്സ്ബി ഇരുന്നു കണ്ണുകൾ മറച്ച് ചിരിക്കാൻ തുടങ്ങി. ഇതൊരു തമാശയാണ് സുഹൃത്തെ, അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. എനിക്ക് കഴിയില്ല. ഞാൻ ശ്രമിക്കുമ്പോൾ. അവൻ വ്യക്തമായി 2 അവസ്ഥകളിലൂടെ കടന്നുപോയി. മൂന്നാമത്തേതിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അവന്റെ ലജ്ജയ്ക്കും അകാരണമായ സന്തോഷത്തിനും ശേഷം അവളുടെ സാന്നിധ്യത്തിൽ അവൻ അത്ഭുതത്താൽ നിറഞ്ഞു. അവൻ ആ ആശയം വളരെക്കാലം മനസ്സിൽ കൊണ്ടു നടന്നു. അവസാനം വളരെ സ്വപ്നം കണ്ടു. അവിശ്വസനീയമായ തീവ്രതയോടെ പല്ലുകൾ കടിച്ച് കാത്തിരുന്നു. ഇപ്പോൾ പ്രതികരണത്തിൽ അവൻ അമിതമായി മുറുക്കിയ ഒരു ഘടികാരം പോലെ നിലച്ചുപോവുകയായിരുന്നു. 1 മിനിറ്റിനുള്ളിൽ അവൻ സ്വയം വീണ്ടെടുത്ത് അവന്റെ കൂട്ടിവെച്ച സ്യൂട്ടുകളും ഡ്രസ്സിംഗ് ഗൗണുകളും ടൈകളും ഇഷ്ടികകൾ പോലെ ഡസൻ കണക്കിന് ഉയരത്തിൽ അടുക്കിവെച്ച ഷർട്ടുകളും സൂക്ഷിച്ചിരുന്ന 2 വലിയ പേറ്റന്റ് അലമാരകൾ ഞങ്ങൾക്കായി തുറന്നു. എനിക്ക് ഇംഗ്ലണ്ടിൽ ഒരാളുണ്ട്. അവൻ എനിക്ക് വസ്ത്രങ്ങൾ വാങ്ങുന്നു. ഓരോ സീസണിന്റെയും തുടക്കത്തിൽ, വസന്തത്തിലും ശരത്കാലത്തിലും അവൻ സാധനങ്ങൾ തിരഞ്ഞെടുത്തയക്കും. അവനൊരു കൂമ്പാരം ഷർട്ടുകളെടുത്ത് ഓരോന്നായി ഞങ്ങളുടെ മുന്നിലേക്ക് എറിയാൻ തുടങ്ങി. നേർത്ത ലിനൻ, കട്ടിയുള്ള സിൽക്ക്, മികച്ച ഫ്ലാനൽ ഷർട്ടുകൾ. അവ വീഴുമ്പോൾ മടക്കുകൾ നഷ്ടപ്പെട്ട് മേസയെ പല നിറങ്ങളിലുള്ള അലങ്കോലത്തിൽ മൂടി. ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കുമ്പോൾ അവൻ കൂടുതൽ കൊണ്ടുവന്നു. മൃദലവും സമ്പന്നവുമായ കൂമ്പാരമുയർന്നു. പവിഴം, ആപ്പിൾ പച്ച, ലാവൻഡർ, നേർത്ത ഓറഞ്ച് നിറങ്ങളിൽ വരകളും ചുരുളുകളും പ്ലെയ്ഡുകളുമുള്ള ഷർട്ടുകൾ, ഇന്ത്യൻ നീലയിൽ മോണോഗ്രാമുകളോടുകൂടി. പെട്ടെന്ന് ഒരു പിരിമുറുക്കമുള്ള ശബ്ദത്തോടെ ഡെയ്സി ഷർട്ടുകളിലേക്ക് തലകുനിച്ച് കൊടുങ്കാറ്റുപോലെ കരയാൻ തുടങ്ങി. അവ എത്ര മനോഹരമായ ഷർട്ടുകളാണ്! അവൾ തേങ്ങി. അവളുടെ ശബ്ദം കട്ടിയുള്ള മടക്കുകളിൽ അമർന്നു. ഇത്രയും മനോഹരമായ ഷർട്ടുകൾ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ദുഃഖം തോന്നുന്നു. വീടിനുശേഷം ഞങ്ങൾ മൈതാനങ്ങളും നീന്തൽക്കുളവും ഹൈഡ്രോപ്ലെയിനും വേനൽക്കാല പൂക്കളും കാണാനിരിക്കുകയായിരുന്നു. പക്ഷേ ഗാറ്റ്സ്ബിയുടെ ജനലിനു പുറത്ത് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അതിനാൽ ഞങ്ങൾ സൗണ്ടിന്റെ തരംഗങ്ങളുള്ള ഉപരിതലത്തിലേക്ക് നോക്കി നിരയായി നിന്നു. ഈ മൂടൽമഞ്ഞില്ലായിരുന്നെങ്കിൽ ഉൾക്കടലിനപ്പുറം നിങ്ങളുടെ വീട് കാണാമായിരുന്നു, ഗാറ്റ്സ്ബി പറഞ്ഞു. നിങ്ങളുടെ ഡോക്കിന്റെ അറ്റത്ത് രാത്രി മുഴുവൻ കത്തുന്ന ഒരു പച്ച വെളിച്ചം എപ്പോഴുമുണ്ടാകും. ഡെയ്സി പെട്ടെന്ന് അവന്റെ കൈയിലൂടെ അവളുടെ കൈയിട്ടു. പക്ഷെ അവൻ താൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ മുഴുകിയിരുന്നതായി തോന്നി. ആ വെളിച്ചത്തിന്റെ അതിമഹത്തായ പ്രാധാന്യം ഇപ്പോൾ എന്നേക്കുമായി അപ്രത്യക്ഷമായെന്ന് അവന് തോന്നിയിരിക്കാം. ഡെയ്സിയിൽ നിന്ന് അവനെ വേർപ്പെടുത്തിയ വലിയ ദൂരവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതവളോട് വളരെ അടുത്തായി, അവളെ സ്പർശിക്കുന്നതുപോലെ തോന്നിയിരുന്നു. ചന്ദ്രനോടൊരു നക്ഷത്രമെന്ന പോലെ അടുത്തായി തോന്നിയിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഒരു ഡോക്കിലെ പച്ച വെളിച്ചമായിരുന്നു. അവന്റെ മാന്ത്രിക വസ്തുക്കളുടെ എണ്ണം ഒന്നുകൂടി കുറഞ്ഞിരുന്നു. ഞാൻ മുറിയിൽ നടക്കാൻ തുടങ്ങി. നേർത്തെ ഇരുട്ടിൽ പല അവ്യക്തമായ വസ്തുക്കളും പരിശോധിച്ചു. അവന്റെ ഡെസ്കിന് മുകളിലെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന യാച്ചിങ് വേഷം ധരിച്ചൊരു പ്രായമായ മനുഷ്യന്റെ വലിയ ചിത്രം എന്നെ ആകർഷിച്ചു. ഇതാരാണ്? അത് മിസ്റ്റർ ഡാൻ കോഡി, സുഹൃത്തെ. ആ പേര് നേരിയ തോതിൽ പരിചിതമായി തോന്നി. അവനിപ്പോൾ മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അവനെന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ബ്യൂറോയിൽ ഗാറ്റ്സ്ബിയുടെ ഒരു ചെറിയ ചിത്രമുണ്ടായിരുന്നു. അതും യാച്ചിങ് വേഷത്തിൽ.
തല ധിക്കാരത്തോടെ പിന്നോട്ട് വലിച്ചിട്ട്. ഏകദേശം 18 വയസ്സുള്ളപ്പോൾ എടുത്തതാണെന്ന് തോന്നുന്നു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഡെയ്സി ആശ്ചര്യപ്പെട്ടു. ആ പോമ്പഡോർ, നിങ്ങൾക്കൊരു പോമ്പഡോർ ഉണ്ടെന്നോ, ഒരു യാച്ചുണ്ടെന്നോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നോക്കൂ, ഗാറ്റ്സ്ബി വേഗത്തിൽ പറഞ്ഞു. ഇവിടെ ഒരുപാട് ക്ലിപ്പിങ്ങുകളുണ്ട് നിങ്ങളെക്കുറിച്ച്. അവർ അടുത്തടുത്ത് നിന്ന് അത് പരിശോധിച്ചു. ഞാൻ റൂബികൾ കാണാൻ ചോദിക്കാൻ പോകുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ഗാറ്റ്സ്ബി റിസീവർ എടുത്തു. അതെ, ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല സുഹൃത്തെ. ഞാനൊരു ചെറിയ പട്ടണം എന്ന് പറഞ്ഞു. ഒരു ചെറിയ പട്ടണം എന്താണെന്ന് അവൻ അറിയണം. ശരി, ഡെട്രോയിറ്റാണ് അവന്റെ മനസ്സിലെ ചെറിയ പട്ടണമെങ്കിൽ അവൻ ഞങ്ങൾക്കൊരു ഉപയോഗവുമില്ല. അവൻ ഫോൺ വെച്ചു. വേഗം ഇങ്ങോട്ട് വരൂ, ഡെയ്സി ജനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പടിഞ്ഞാറ് ഇരുട്ടുമാറിയിരുന്നു. കടലിന് മുകളിൽ പിങ്ക് സ്വർണ്ണ നിറങ്ങളിലുള്ള നുരഞ്ഞ മേഘങ്ങളുടെ ഒരു തിരമാലയുണ്ടായിരുന്നു. അത് നോക്കൂ, അവൾ മന്ത്രിച്ചു. ഒരു നിമിഷത്തിനു ശേഷം, ആ പിങ്ക് മേഘങ്ങളിലൊന്നെടുത്ത് നിങ്ങളെ അതിലിരുത്തി ചുറ്റിക്കറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പോകാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് ഞാൻ കൂട്ടാക്കിയില്ല. ഒരുപക്ഷേ എന്റെ സാന്നിധ്യം അവരെ കൂടുതൽ തൃപ്തികരമായി ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിച്ചു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഗാറ്റ്സ്ബി പറഞ്ഞു. നമുക്ക് ക്ലിപ്പ് സ്പ്രിംഗറിനെ കൊണ്ട് പിയാനോ വായിപ്പിക്കാം. അവൻ യുവിങ് എന്ന് വിളിച്ച് മുറിയിൽ നിന്ന് പുറത്തുപോയി. കുറച്ചു മിനിറ്റിനുള്ളിൽ ലജ്ജിച്ച, അല്പം ക്ഷീണിച്ച, ഷെൽ റിംഡ് കണ്ണടകളും നേർത്ത സ്വർണ്ണമുടിയുമുള്ള ഒരു യുവാവിനൊപ്പം തിരിച്ചെത്തി. അവനിപ്പോൾ മാന്യമായി വസ്ത്രം ധരിച്ചിരുന്നു. കഴുത്തു തുറന്ന ഒരു സ്പോർട്ട് ഷർട്ട്, സ്നീക്കറുകൾ, അവ്യക്തമായ നിറത്തിലുള്ള ഡക്ക് ട്രൗസറുകളുമായിരുന്നു അവന്റെ വേഷം. ഞങ്ങൾ നിങ്ങളുടെ വ്യായാമം തടസ്സപ്പെടുത്തിയോ? ഡെയ്സി വിനയപൂർവ്വം ചോദിച്ചു. ഞാൻ ഉറങ്ങുകയായിരുന്നു, മിസർ ലജ്ജയോടെ പൊട്ടിത്തെറിച്ചു. അതായത് ഞാൻ ഉറങ്ങുകയായിരുന്നു, പിന്നെ ഞാൻ എഴുന്നേറ്റു. ക്ലിപ്പ് സ്പ്രിംഗർ പിയാനോ വായിക്കും, ഗാറ്റ്സ്ബി അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അല്ലേ യുവിങ് സുഹൃത്തെ? ഞാൻ നന്നായി വായിക്കില്ല. ഞാൻ ഒട്ടും വായിക്കാറില്ല. ഞാൻ പരിശീലനം നിർത്തിയിട്ട് നമുക്ക് താഴേക്ക് പോകാം, ഗാറ്റ്സ്ബി തടസ്സപ്പെടുത്തി. അവനൊരു സ്വിച്ചിട്ടു. വീട് മുഴുവൻ പ്രകാശത്താൽ തിളമിയപ്പോൾ ചാരനിറമുള്ള ജനലുകൾ അപ്രത്യക്ഷമായി. മ്യൂസിക് റൂമിൽ ഗാറ്റ്സ്ബി പിയാനോയുടെ അരികിൽ ഒരൊറ്റ വിളക്ക് തെളിയിച്ചു. അവൻ വിറയ്ക്കുന്നൊരു തീപ്പെട്ടിയിൽ നിന്ന് ഡെയ്സിയുടെ സിഗരറ്റ് കത്തിച്ചു. മുറിയുടെ അങ്ങേയറ്റത്തുള്ളൊരു സോഫയിൽ അവളോടൊപ്പം ഇരുന്നു. അവിടെ ഹാളിൽ നിന്ന് തിളങ്ങുന്ന തറയിൽ തട്ടി പ്രതിഫലിക്കുന്നതല്ലാതെ മറ്റൊരു വെളിച്ചവുമില്ലായിരുന്നു. ക്ലിപ്പ് സ്പ്രിംഗർ ദി ലവ് നെസ്റ്റ് വായിച്ചപ്പോൾ അവൻ ബെഞ്ചിൽ തിരിഞ്ഞിരുന്ന് ഇരുട്ടിൽ ഗാറ്റ്സ്ബിയെ ദുഃഖത്തോടെ തിരഞ്ഞു. ഞാൻ പരിശീലനം നിർത്തിയിട്ട് ഒരുപാട് കാലമായി, കണ്ടോ. എനിക്ക് വായിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ പരിശീലനം നിർത്തിയിട്ട് അധികം സംസാരിക്കരുത് സുഹൃത്തെ, ഗാറ്റ്സ്ബി ആജ്ഞാപിച്ചു. വായിക്കൂ. രാവിലെ വൈകുന്നേരം നമുക്ക് രസമില്ലേ. പുറത്ത് കാറ്റുച്ചത്തിലായിരുന്നു. സൗണ്ടിനരികിലൂടെ നേർത്ത ഇടിമുഴക്കമൊഴുകി നീങ്ങി. വെസ്റ്റെഗിലിപ്പോൾ എല്ലാ വിളക്കുകളും തെളിയുകയായിരുന്നു. ആളുകളെ വഹിച്ചുകൊണ്ട് ഇലക്ട്രിക് ട്രെയിനുകൾ ന്യൂയോർക്കിൽ നിന്ന് മഴയിലൂടെ വീട്ടിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു. അതാഴത്തിലുള്ള ഒരു മാനുഷിക മാറ്റത്തിന്റെ സമയമായിരുന്നു. ആവേശം അന്തരീക്ഷത്തിൽ നിറയുകയായിരുന്നു. ഒരു കാര്യമുറപ്പാണ്, അതിലുമുറപ്പുള്ളതായി ഒന്നുമില്ല. ധനികർ കൂടുതൽ ധനികരാകുന്നു, പാവപ്പെട്ടവർക്ക് കുട്ടികളുണ്ടാകുന്നു. ഇതിനിടയിൽ, ഈ സമയത്തിനിടയിൽ ഞാൻ വിട പറയാനടുത്തേക്ക് ചെന്നപ്പോൾ ഗാറ്റ്സ്ബിയുടെ മുഖത്ത് അമ്പരപ്പിന്റെ ഭാവം തിരിച്ചെത്തിയതായി ഞാൻ കണ്ടു. അവന്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നേരിയ സംശയം അവന് തോന്നിയിരുന്നതുപോലെ. ഏകദേശം 5 വർഷം. ആ ഉച്ചതിരിഞ്ഞ സമയത്തുപോലും ഡെയ്സി അവന്റെ സ്വപ്നങ്ങൾക്ക് താഴെയായിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അവളുടെ സ്വന്തം തെറ്റുകൊണ്ടല്ല, മറിച്ച് അവന്റെ മിഥ്യാബോധത്തിന്റെ അതിമഹത്തായ ഊർജ്ജസ്വലത കാരണം. അതവൾക്കപ്പുറം, എല്ലാറ്റിനുമപ്പുറം പോയിരുന്നു. അവനൊരു സൃഷ്ടികരമായ അഭിനിവേശത്തോടെ അതിലേക്ക് സ്വയമെരിഞ്ഞു. എല്ലാ സമയത്തും അതിലേക്ക് കൂട്ടിച്ചേർത്തു. അവന്റെ വഴിയിൽ ഒഴുകിയെത്തിയ ഓരോ തിളക്കമുള്ള തൂവലുകളും കൊണ്ട് അതിനെ അലങ്കരിച്ചു. ഒരു മനുഷ്യന് അവന്റെ പ്രേതതുല്യമായ ഹൃദയത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയുന്നതിനെ ഒരു തീവ്രതയ്ക്കും പുതുമയ്ക്കും വെല്ലുവിളിക്കാൻ കഴിയില്ല. ഞാൻ അവനെ നോക്കി നിൽക്കെ അവൻ അല്പം സ്വയം ക്രമീകരിച്ചു, വ്യക്തമായി. അവന്റെ കൈ അവളുടെ കൈയിൽ പിടിച്ചു. അവൾ അവന്റെ ചെവിയിൽ പതിയെ എന്തോ പറഞ്ഞപ്പോൾ അവൻ വികാരങ്ങളുടെ കുത്തൊഴുക്കോടെ അവൾക്ക് നേരെ തിരിഞ്ഞു. ആ ശബ്ദമാണ് അവനെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയതെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ചാഞ്ചാടുന്ന പനി പിടിച്ച ചൂടോടെ,
കാരണം അത് അതിരുകടന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒന്നായിരുന്നു. ആ ശബ്ദം ഒരു മരണമില്ലാത്ത ഗാനമായിരുന്നു. അവരെന്നെ മറന്നുപോയിരുന്നു. പക്ഷെ ഡെയ്സി തലയുയർത്തി കൈനീട്ടി. ഗാറ്റ്സ്ബിക്ക് ഇപ്പോൾ എന്നെ ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ അവരെ ഒരിക്കൽ കൂടി നോക്കി. അവരെന്നെ തിരികെ നോക്കി, വിദൂരമായി, തീവ്രമായ ജീവിതത്താൽ ആവേശഭരിതരായി. പിന്നെ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി, മാർബിൾ പടികളിലൂടെ മഴയിലേക്കിറങ്ങി, അവരെ അവിടെ ഒരുമിച്ച് വിട്ടുകൊണ്ട്. അധ്യായം